മൂന്നാം മാസത്തിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ശാരീരികവും മാനസികവുമായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാസത്തിൽ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാനും, ശബ്ദങ്ങൾ കേൾക്കുന്ന ഭാഗത്തേക്ക് തല തിരിക്കാനും, കമിഴ്ന്നു കിടക്കുമ്പോൾ തല ഉയർത്തിപ്പിടിക്കാനുമൊക്കെ പഠിക്കുന്നു. കൂടാതെ മനോഹരമായ കുഞ്ഞു ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാനും അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് കളിക്കാനുമൊക്കെ ശ്രമിക്കാറുമുണ്ട്. മൂന്നാം മാസത്തിന്റെ ഓരോ ആഴ്ചയിലും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്ന് കൃത്യമായി പരിശോധിച്ച് നോക്കാം. മൂന്നാം മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ കുഞ്ഞുങ്ങളുടെ ജോയിൻസ് ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ കൈകാലുകൾ ചലിപ്പിക്കാനും നല്ല സ്ട്രോങ് ആയി കിക്ക് ചെയ്യാനും ഒക്കെ കഴിയും. ചില കുഞ്ഞുങ്ങൾ ഈ ആഴ്ചയിൽ അവരുടെ കൈവിരലുകൾ സ്വയം തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഈ ടൈമിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. കുഞ്ഞിനെ ചെറുതായിട്ട് നമ്മൾ ഇക്കിളിയാക്കുമ്പോഴും അതുപോലെ കണ്ണുപൊത്തി കളിപ്പിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാനൊക്കെ അവർ ശ്രമിക്കും. ഈ സമയത്ത് പാരൻസ് കുഞ്ഞുങ്ങളോട് ഒരുപാട് നല്ല കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ സമയത്ത് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻസും വോയിസും ഒക്കെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അവർ നല്ല ഭംഗിയിൽ കൂയിങ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാനും കൈവിരലുകൾ വായിലേക്ക് ഇടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. മൂന്നാം മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ സെൻസ് ഓഫ് ടച്ച് അഥവാ സ്പർശനം അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ഇതിനായി ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള വിവിധ തരം ഒബ്ജക്റ്റുകളൊക്കെ കുഞ്ഞിനെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നത് അവരുടെ എക്സ്പോഷർ കൂട്ടാൻ സഹായിക്കും. കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ മുതൽ തന്നെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്സ് ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ഇറിറ്റേറ്റഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫേർട്സ് ഒക്കെ ഉള്ള സമയങ്ങളിലോ അവരെ നന്നായി ഹഗ് ചെയ്ത് അവരോടൊപ്പം ചേർന്ന് കിടക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ സഹായിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ കയ്യിലുള്ള വസ്തുക്കളൊക്കെ വായിലേക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. സോ പാരൻസ് വളരെ കെയർഫുൾ ആയി ഇരിക്കേണ്ടതാണ്. അവരുടെ കഴുത്തിന്റെ കൺട്രോള് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമൊക്കെ ഉരുളാനും വശങ്ങളിലേക്ക് തല ചരിക്കാനുമൊക്കെ ശ്രമിക്കാറുണ്ട്. ഇനി മൂന്നാം മാസത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. വളരെ കൗതുകത്തോടെയാണ് അവർ ലോകം നോക്കിക്കാണാൻ തുടങ്ങുന്നത്. അവരുടെ തന്നെ ആക്ടിവിറ്റീസ് വളരെ കൗതുകത്തോടെയാണ് കുഞ്ഞുങ്ങൾ നോക്കിക്കാണാറ്. ഈ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായി കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ വിഴുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ബട്ടൺ ബാറ്ററീസ് ഒക്കെ ഉള്ള ടോയ്സുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ കൂർത്തതോ കഴുത്തിൽ ചുറ്റിപ്പോകാൻ സാധ്യതയുള്ളതോ വായിലിട്ടാൽ കുടുങ്ങുന്നതോ ആയ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പാരൻസിന്റെ സൂപ്പർവിഷനിൽ മാത്രം കുഞ്ഞുങ്ങൾക്കത് നൽകാൻ നമ്മൾ ശ്രമിക്കണം. കുഞ്ഞിനോട് സംസാരിക്കുന്ന സമയങ്ങളിൽ അവരുടെ മുഖത്തേക്ക് നോക്കി വേഗത കുറച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിന് അവരാൽ കഴിയുന്ന റെസ്പോൺസൊക്കെ തരാൻ കുഞ്ഞുമക്കൾ ശ്രമിക്കാറുണ്ട്. ഈ സമയങ്ങളിൽ കുഞ്ഞിനെ നിങ്ങളുടെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു മിററിനെ ഫേസ് ചെയ്തിരിക്കണം. എന്നിട്ട് അവരോട് സംസാരിക്കുകയും കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ സംസാര രീതിയും ഒക്കെ നോക്കിക്കാണാനും അതിലൂടെ അവരുടെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും കുഞ്ഞുങ്ങളെ സഹായിക്കും. മൂന്നാം മാസത്തിന്റെ അവസാന ആഴ്ചയിൽ കുഞ്ഞുങ്ങളുടെ ഗ്രാസ്പിംഗ് പവർ നല്ല രീതിയിൽ ഇംപ്രൂവ് ആകും. മിക്ക കുഞ്ഞുങ്ങളും റോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഉരുളാൻ തുടങ്ങുന്നതും ഈ സമയത്താണ്. കുഞ്ഞുങ്ങളുടെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ചുറ്റുപാട് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനുമൊക്കെയായി ടമ്മി ടൈം നൽകേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. അതായത് കുഞ്ഞുങ്ങളെ ഒരു നിശ്ചിത സമയം കമിഴ്ത്തി കിടത്തുക അല്ലെങ്കിൽ വയറിൽ കിടത്തുന്നതിനെയാണ് ടമ്മി ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഒരു 2-3 തവണ ടമ്മി ടൈം കൊടുക്കാം. ഓരോ തവണയും 2 മുതൽ 3 മിനിറ്റ് വരെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ കിടത്താവുന്നതാണ്. ടമ്മി ടൈം ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അവരുടെ ഹെഡും ഷോൾഡറും അവരുടെ കൈകളിൽ തന്നെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഉയർത്താനാണ് ശ്രമിക്കാറ്. ഇത് ഫ്ലാറ്റ് ഹെഡ് സ്പോട്സ് ഇല്ലാതാക്കാനും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറയ്ക്കാനും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുമൊക്കെ സഹായിക്കും. ടമ്മി ടൈം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമിലാണ്. അവർ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴോ ഫുഡ് കഴിച്ച ഉടനെയോ ഒന്നും ടമ്മി ടൈം കൊടുക്കാൻ പാടില്ല. ഈ ടൈം കൂടുതൽ ആക്റ്റീവ് ആക്കാനും അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾ അവരുടെ മൂന്നാം മാസത്തിന്റെ അവസാനത്തിലും ഹെഡ് സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ വരികയോ സ്റ്റിഫായതോ അല്ലെങ്കിൽ ഒരുപാട് ലൂസായതോ ആയ മസിൽസ് ആണെങ്കിലോ ഇനി നിങ്ങൾ നോക്കി ചിരിക്കുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല, തിരിച്ച് നമ്മളെ നോക്കി അവർ ചിരിക്കുന്നില്ലെങ്കിലോ വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും റെസ്പോൺസ് ഇല്ലാതെ ഇരിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യന്റെ ഒപ്പീനിയൻ എടുക്കുന്നത് അത്യാവശ്യമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ഒരുപോലെ അല്ല. ചെറിയ ചില സമയ വ്യത്യാസങ്ങളൊക്കെ ഈ പറഞ്ഞ ഡെവലപ്മെന്റ്സിൽ ഉണ്ടാകാറുണ്ട്. എങ്കിലും മേൽപ്പറഞ്ഞ ഡെവലപ്മെന്റ്സുകളൊക്കെ
പ്രകടമായ ഏതെങ്കിലും കാലതാമസം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്നത് വളരെ അനിവാര്യമാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്